ഹലോ, പേജ് നമ്പർ 74 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു നാച്ചുറൽ നമ്പറും ഒരു ഡെസിമൽ നമ്പറും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഡെസിമൽ നമ്പറാണ്. രണ്ട് നമ്പറും ഡെസിമൽ ആണെങ്കിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 6.25, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4.2. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 6.25ഉം 4.2ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വിത്തൗട്ട് ഡെസിമൽ 625ഉം 42 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്നിട്ട് നോക്കാം, 6.25ൽ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്, 4.2ൽ ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റ് ആണുള്ളത്. അപ്പം മൊത്തം 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 മില്ലി ലിറ്റർ കോക്കനട്ട് ഓയിലിന് 0.91 ഗ്രാം ആണെങ്കിൽ 10.5 മില്ലി ലിറ്റർ കോക്കനട്ട് ഓയിലിന് എത്ര വെയിറ്റ് ആയിരിക്കും? നമുക്കൊരറിയാത്ത പ്രോബ്ലം വരുമ്പോൾ, നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അറിയുന്നൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കാം. അതായത് ഒരു പേനയ്ക്ക് 2 രൂപയാണെങ്കിൽ 10 പേനയ്ക്ക് എത്രയാണ്? വളരെ എളുപ്പത്തിൽ നിങ്ങൾ പറയും 10 × 2 20 ആണെന്ന്. അതുപോലെ ചിന്തിച്ചാൽ മതി. 1 മില്ലി ലിറ്റർ കോക്കനട്ട് ഓയിലിന് 0.91 ആണെങ്കിൽ 10.5 മില്ലി ലിറ്ററിന് എന്തായിരിക്കും? 0.91 × 10.5. ഇതുപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 12 പൈസയാണെങ്കിൽ 2.5 ലിറ്ററിന്, അതായത് 2.5 ലിറ്ററിന് പെട്രോളിന് എത്ര രൂപയായിരിക്കും? എന്ത് ചെയ്താൽ മതി? അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. താങ്ക് യു.